സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റു എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 16. ഞാനൊന്ന് ആലോചിക്കട്ടെ. ശശിശങ്കർ ഔസേപ്പച്ചൻ്റെ വീട്ടിൽ നിന്നിറങ്ങി. അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ജീപ്പ് ഓടിച്ചു പോയി. ചെന്നൈയുടനെ ഹെഡ് കോൺസ്റ്റബിൾ വർഗീസിനെ വിളിച്ചു പറഞ്ഞു, ആ പയ്യനെ വിട്ടേക്ക്. വർഗീസ് ലോക്കപ്പിന് നേർക്ക് നീങ്ങി. എഴുതി ഒപ്പിടിച്ച് വേണം വിടാൻ. അവനെ പിടിച്ചെടുത്ത് കൊണ്ടുപോയി വിട്ടേക്കണം. നാളെ അവന് വല്ലതും പറ്റിയാൽ നമ്മൾ തൂങ്ങരുത്, മനസ്സിലായോ? വർഗീസ് തലയാട്ടി. ജസ്റ്റിൻ അപ്പോൾ തന്നെ വിട്ടയക്കപ്പെട്ടു. രാത്രി 10 മണിയാകുന്നതേയുള്ളൂ. ലൈറ്റ് കെടുത്തി കിടക്കുന്നതിന് മുമ്പ് കിടക്കയിലിരുന്ന് കണ്ണടച്ച് പതിവുള്ള കുരിശുവര നടത്തുകയായിരുന്നു സ്റ്റാനിസ്ലാവോസ്. അപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടു. അയാൾ എഴുന്നേറ്റ് ചെന്ന് പുറത്തെ ലൈറ്റ് ഇട്ടു. എന്നിട്ട് വാതിൽ തുറന്ന് നോക്കി. ജസ്റ്റിൻ. റോഡരികിലൊരു ഓട്ടോറിക്ഷ. ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്ന ആനിച്ചേച്ചിയും മോനും. ജസ്റ്റിൻ മിക്കവാറും അവശനായിരുന്നു. നീ എങ്ങനെ ഇവിടെ? സ്റ്റാനിസ്ലാവോസ് ചോദിച്ചു. എല്ലാം ഞാൻ പറയാം സ്റ്റെനി അങ്കിളെ. അതിനു മുമ്പ് ഒരപേക്ഷ. ഒരു രാത്രി ഇവിടെ കിടക്കാൻ അങ്കിൾ സമ്മതിക്കണം. ഞങ്ങൾക്കിപ്പോൾ വീടില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. അമ്മ ഓട്ടോയിൽ ഇരിപ്പുണ്ട്, സുഖമില്ലാണ്ടിരിക്കുക. ഒരു നിമിഷം മാത്രമേ സ്റ്റാനിസ്ലാവോസ് സംശയിച്ച് നിന്നുള്ളൂ. കയ്യിൽ മടക്കി കുത്തി അയാൾ ഇറങ്ങിച്ചെന്നു. ആനിയോട് എന്തോ കുശലം പറയാൻ ഭാവിച്ച സ്റ്റാനിസ്ലാവോസ് അവളുടെ മുഖവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കണ്ടപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. ആനി ചേച്ചി, മോനെ കൊണ്ട് അങ്ങോട്ട് ചെല്ല്, അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. ആനി നിറകണ്ണുകളോടെ സ്റ്റാനിസ്ലാവോസിനെ ഒന്ന് നോക്കി. ധൈര്യമായിട്ട് കയറിപ്പൊയ്ക്കൂ, ഞാനല്ലേ പറയുന്നേ. ആനി കുട്ടിയുടെ കൈ പിടിച്ച് ആ ചെറിയ വീടിന് നേർക്ക് നീങ്ങി. ഓട്ടോറിക്ഷയിൽ കൂനി പിടിച്ചിരിക്കുന്ന സൂസമ്മയുടെ നേർക്ക് അയാൾ കൈ നീട്ടി. അമ്മ എങ്ങോട്ട് ഇറങ്ങി വാ. അയാൾ കൈ പിടിച്ച് അവരെ ഇറക്കി. പിന്നെ അവരെ താങ്ങി നടത്തി വീട്ടിനുള്ളിൽ കൊണ്ടുപോയി കട്ടിലിൽ ഇരുത്തി. ഞാൻ ഓട്ടോ പറഞ്ഞു വിട്ടിട്ട് ഇപ്പം വരാം. ഡ്രോമേശിയിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി. ചാർജ് കൊടുത്ത് ഓട്ടോ പറഞ്ഞയച്ച ശേഷം തിരിച്ചു വന്ന് വാതിലടച്ചു. ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് സീമ പറഞ്ഞു, മേട്ടുപ്പാളയം റോഡ്, അശോക് ഹോട്ടൽ. അതെവിടെയാണെന്നൊന്നും അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. മുമ്പ് 2 or 3 തവണ കോയമ്പത്തൂരിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നല്ലാതെ അവൾക്ക് അവിടെ പരിചയമൊന്നുമില്ല. ഗാന്ധിപുരത്ത് ബസ് ഇറങ്ങി നേരെ ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് ഓട്ടോറിക്ഷ പിടിച്ചു പോരാനായിരുന്നു വിൻസെൻ്റ് അവൾക്ക് നൽകിയ നിർദ്ദേശം. മിനിറ്റുകൾക്കുള്ളിൽ ഓട്ടോറിക്ഷ അശോക ഹോട്ടലിന് മുമ്പിലെത്തി. അവൾ അവിടെ ഇറങ്ങി ചുറ്റും നോക്കിയ ശേഷം ചാർജ് കൊടുത്ത് ഓട്ടോ പറഞ്ഞയച്ചു. 2 മിനിറ്റിനുള്ളിൽ ഒരു ബൈക്ക് വന്നു ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നു. ബൈക്കും അതിലിരിക്കുന്ന ഹെൽമെറ്റും കണ്ടപ്പോഴേ സീമയ്ക്ക് ആളെ മനസ്സിലായി. അവൾ ബൈക്കിനടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും വിൻസെൻ്റ് ബൈക്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിരുന്നു. അവൻ സീമയുടെ നേർക്ക് കൈ നീട്ടി. അവളും കൈ നീട്ടി ഷെയ്ക്ക് ഹാൻഡ് നൽകി. ഒരിടത്തര ഹോട്ടലാണ് ഇത്, ലോഡ്ജിങ്ങും ഉണ്ട്. സീമയുടെ പേരിൽ റൂം എടുക്കണം. ഒഫീഷ്യൽ അഡ്രസ്സ് തന്നെ വെച്ച്. ഐഡൻറ്റി കാർഡ് ഇല്ലേ കയ്യിൽ? ഉവ്. പക്ഷേ എൻ്റെ പേരിൽ സീമ ഒന്നും അടിച്ചു. അതാണ് സുരക്ഷിതം. ഒഫീഷ്യൽ അഡ്രസ്സ് ആകുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ. പർപ്പസ് ഫോർ വിസിറ്റും ഒഫീഷ്യൽ തന്നെ ആയിക്കോട്ടെ. റൂം എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊരു പ്രൈവസി വേണ്ടേ? റോഡരികിൽ നിന്ന് എത്ര നേരം സംസാരിക്കും? സീമ വഴങ്ങി. ഹോട്ടൽ റിസപ്ഷനിൽ ഇരുന്ന തമിഴനോട് ഡബിൾ റൂം വേണമെന്ന് സീമ പറഞ്ഞപ്പോൾ അയാൾ രണ്ടുപേരെയും സൂക്ഷിച്ചൊന്ന് നോക്കി. സീമ യാതൊരു ചാഞ്ചല്യവും കൂടാതെ രജിസ്റ്ററിൽ അഡ്രസ്സ് എഴുതി അഡ്വാൻസും കൊടുത്തു. അഡ്രസ്സ് കണ്ടപ്പോൾ റിസപ്ഷനിസ്റ്റിൻ്റെ മുഖത്തെ ഭാവം മാറി. സംശയത്തിന് പകരം അല്പം ബഹുമാനം. 3ാമത്തെ നിലയിലായിരുന്നു മുറി. അകത്ത് കടന്ന ശേഷം വിൻസെൻ്റ് റൂം ബോയിയെ വിളിച്ച് ചായയ്ക്ക് ഓർഡർ കൊടുത്തു. സീമ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ? ഇല്ല. എന്താ വേണ്ടത്? വല്ല ചപ്പാത്തിയും കഴിക്കാം. വിൻസെൻ്റ് 2 പേർക്കുമുള്ള ഭക്ഷണവും പറഞ്ഞു. അതിരാവിലെ പോന്നു അല്ലേ? വിൻസെൻ്റ് മേശയ്ക്കടുത്തുള്ള കസേരയിൽ ഇരുന്നു. ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് കരുതിയില്ല. സീമ കിടക്കയിലിരുന്നിട്ട് തലേണി എടുത്ത് മടിയിൽ വെച്ചു. വീട്ടിലും ഓഫീസിലും എന്തു പറഞ്ഞു? വിശ്വസനീയമായ ചില നുണകൾ. അതുപോട്ടെ, ഞാനിപ്പോൾ ഭയങ്കര ത്രില്ലിലാണ്. വിന്നിച്ചൻ ഫോണിൽ പറഞ്ഞ വിവരങ്ങളൊന്നും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും ആദ്യം വിശ്വാസം വന്നില്ല. എന്തൊക്കെയാണ് ഉണ്ടായത്? എല്ലാം ഒന്ന് വിസ്തരിച്ച് പറയുക. വിന്നിച്ചൻ പറഞ്ഞ നാഗരാജ് നാട് വിട്ട് വല്ലയിടത്തേക്കും പോയതാണെങ്കിലോ? അല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നാഗരാജനെ കാണാതാകുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഔസേപ്പച്ചൻ ഇവിടെ എത്തിയിരുന്നു. നാഗരാജിൻ്റെ പെങ്ങൾ ലതയാണ് പറഞ്ഞത്. നാഗരാജ് ഔസേപ്പച്ചൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് പിണങ്ങി പോയ ശേഷം അവർ തമ്മിൽ യാതൊരു സമ്പർക്കവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഔസേപ്പച്ചൻ നാഗരാജനെ തിരക്കി അയാളുടെ വീട്ടിൽ ചെല്ലുന്നു. നാഗരാജ് ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അവൻ അറിയണം. ലത മുക്കടത്തെ ലെയ്ത്ത് പറഞ്ഞു കൊടുത്തു. ഔസേപ്പച്ചൻ നാഗരാജെ തേടി
മുക്കടുത്ത ലെയ്ത്തിൽ ചെന്നു. അവനെ ഓർക്കാപ്പുറത്ത് കണ്ടത് നാഗരാജന് അതിശയമായി. പിണക്കമായിരുന്നാലും ഒരു സഹായം അപേക്ഷിച്ച ഔസേപ്പച്ചൻ ചെന്നത്. മുളങ്കരയിൽ അവനൊരു ഓട്ടോ സ്പെയർ പാർട്സ് ഷോപ്പ് തുടങ്ങാൻ പോകുന്നു. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വില കുറച്ച് വിൽക്കുകയാണ് ഉദ്ദേശം. മുക്കടുത്ത ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ പാർട്സിൻ്റെ കടകൾ ധാരാളം. ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ തയ്യാറുള്ള ഒരു ഡീലറെ കൂട്ടിക്കൊടുക്കണം. നാഗരാജിന് ഔസേപ്പച്ചൻ കമ്മീഷൻ കൊടുക്കും. നാഗരാജിന് സന്തോഷം. അന്വേഷിച്ച് കണ്ടുവെക്കാമെന്ന് നാഗരാജു പറഞ്ഞു. ഫോണിൽ വിളിച്ച് അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഔസേപ്പച്ചൻ പോയി. ഇതെല്ലാം നാഗരാജ് തന്നെ ലതയോട് പറഞ്ഞതാണ്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് രാത്രി 8 മണിക്ക് വർക്ക്ഷോപ്പിലെ പണി കഴിഞ്ഞ് നാഗരാജ് വീട്ടിലേക്ക് പോകുന്നു. കൂടെ വടവള്ളിയിൽ താമസിക്കുന്ന അയാളുടെ ബന്ധുവും സഹപ്രവർത്തകനുമായ സുബ്രഹ്മണ്യവുമുണ്ട്. തിരുമുരുകൻ സ്ട്രീറ്റിൽ വെച്ച് ഒരു പഴയ അംബാസഡർ കാർ അവരുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. അതിലിരുന്ന് കറുത്ത കണ്ണട വെച്ച ഒരാൾ നാഗരാജനെ കാറിനടുത്തേക്ക് വിളിക്കുന്നു. നാഗരാജ് കാറിനടുത്ത് ചെല്ലുന്നു. നാഗരാജ് കാറിലേക്ക് മുഖം കുനിച്ച് എന്തോ സംസാരിക്കുന്നു. പിന്നെ അയാൾ തല തിരിഞ്ഞു നോക്കി പറയുന്നു, സുബ്രഹ്മണി, നാളെ കാലയിലേ പാർக்கலாம். കാറിൻ്റെ ഡോർ തുറക്കപ്പെടുന്നു. നാഗരാജ് അതിൽ കയറുന്നു. കാർ വിട്ടുപോകുന്നു. അതിനുശേഷം നാഗരാജിനെ ആരും കണ്ടിട്ടില്ല. പക്ഷെ കാറിൽ വന്ന ഔസേപ്പച്ചനാണെന്ന് എന്താ തെളിവ്? സീമ ചോദിച്ചു. ആയിരിക്കണമല്ലോ, അവൻ മുളങ്കരയിൽ ഓട്ടോ സ്പെയർസ് പാർട്സ് കടയൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ഐഡിയ ഉള്ളതായിട്ട് പറഞ്ഞു പോലും കേട്ടിട്ടില്ല. മിക്കവാറും എല്ലാ കാര്യങ്ങളും എന്നോട് പറയുമായിരുന്നു. നാഗരാജ് എവിടെയുണ്ടെന്ന് അറിയുക എന്നതു മാത്രമായിരിക്കും ആദ്യത്തെ വരവിൻ്റെ ഉദ്ദേശം. വീട്ടിലേക്കുള്ള ദൂരം എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. കൂടാതെ ജോലി തീരുന്ന സമയം, വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയം, പോകുന്ന വഴികൾ, ഇതെല്ലാം സ്വാഭാവികമായും ഔസേപ്പച്ചൻ നാഗരാജനോട് തന്നെ ചോദിച്ചറിഞ്ഞിരിക്കും. അതൊക്കെ സംശയം തോന്നാത്ത വിധം കൈകാര്യം ചെയ്യാൻ വിരുദ്ധനാണവൻ. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവനല്ലേ? നാഗരാജനെ കാണാതായതിനെപ്പറ്റി ഇവിടെ പോലീസ് അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? ഉവ്വ്, ലത അതും പറഞ്ഞു. അണ്ണൻ രാത്രി വരാഞ്ഞപ്പോൾ ലത ആവലാതിയുമായി പോലീസിനെ സമീപിച്ചു. പോലീസ് കേസെടുത്തു. കുറേ അന്വേഷണവും നടത്തി. സുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്തു. പഴയ ഒരു അംബാസഡർ കാർ കണ്ടു എന്നല്ലാതെ അയാൾക്കൊന്നും അറിയില്ല. കാറിനുള്ളിൽ ഇരുട്ടായതുകൊണ്ട് അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് കാണാൻ പറ്റിയില്ല. കാറിൻ്റെ നമ്പറും അറിയില്ല. ഔസേപ്പച്ചൻ എന്ന അംബാസഡർ കാർ ഉണ്ടായിരുന്നോ? അവൻ്റെ കൈവശം എപ്പോഴും 4-5 വണ്ടി കാണും. വണ്ടി കച്ചവടക്കാരനല്ലേ? അവനന്ന് ഉപയോഗിച്ചിരുന്ന കാർ ഇൻഡിക്കയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് കരുതിക്കൂട്ടി തന്നെ ആയിരിക്കുമല്ലോ അംബാസഡർ കാർ തന്നെ കൊണ്ടുവന്നത്. അവനത് പണ്ടേ മറിച്ച് വിറ്റ് കാണും. ഇവിടുത്തെ പോലീസ് അന്വേഷണം എവിടെ എത്തി? അന്വേഷണം തുടങ്ങിയത് തന്നെ വളരെ വൈകിയാണ്. ആരുണ്ട് മുൻകൈയെടുത്തിറങ്ങാൻ? എട്ടുപൊട്ടും തിരിയാത്ത ആ പെണ്ണും മനോരോഗിയായ ആ അമ്മയും. ഔസേപ്പച്ചൻ നാഗരാജനെ കാണാൻ വന്നതിൻ്റെ ചുവട് പിടിച്ച് കോയമ്പത്തൂർ പോലീസ് മുളങ്കര വരെ ചെന്നിരുന്നുവത്രേ. ഔസേപ്പച്ചൻ ആരാ മോൻ? അവൻ പോലീസിൻ്റെ മുമ്പിൽ കൈ രണ്ടും മലർത്തി. പോലീസ് നോക്കിയപ്പോൾ അവൻ മാന്യൻ, ധനികൻ. നാഗരാജനെ തട്ടിക്കൊണ്ട് പോയിട്ട് അവൻ എന്ത് നേടാനാ? പോലീസ് ഉറിപോലെ എങ്ങ് തിരിച്ചു പോന്നു. അവിടെ കുറേ നാളും കൂടി അന്വേഷണം നടത്തിയിട്ട് അവർ കേസ് ഫയലും മടക്കി. റൂം ബോയ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് പോയി. വിൻസെൻ്റ് എഴുന്നേറ്റ് ഒരു ചായക്കപ്പ് എടുത്ത് സീമയ്ക്ക് നീട്ടി. അവൾ അത് വാങ്ങി. വിൻസെൻറ്റും ഒന്നെടുത്തു. ചായ കുറേശ്ശെ മൊത്തി കുടിച്ചുകൊണ്ട് അവൻ ജനാലയ്ക്കലെത്തി. താഴെ നിരത്ത് ചീറിപ്പായുന്ന വാഹനങ്ങൾ. നാഗരാജണ്ണൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന ആ പെങ്ങളുടെ പ്രതീക്ഷ. അമ്മയാണെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ തന്നെത്താൻ പിറുപിറുത്തും സംസാരിച്ചും ഒരിടത്തിരിക്കും. ആളുകളെ തിരിച്ചറിയില്ല. മകൻ്റെ പേര് ആരെങ്കിലും ഉച്ചരിക്കുന്നത് കേട്ടാൽ അങ്ങോട്ട് കാതോർക്കും. വിൻസെൻ്റ് തിരിഞ്ഞ് സീമയെ നോക്കി. എന്നിട്ട് തുടർന്നു, ആ പെണ്ണിനെ നശിപ്പിച്ചത് ഔസേപ്പച്ചനാ സീമയെ. അവൻ കോയമ്പത്തൂർ വരുമ്പോഴെല്ലാം അവളെ ചെന്ന് കണ്ടു. കുറേശ്ശെ പൈസയും കൊടുക്കും. ഒരു ദിവസം അവളെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അതൊരു പാവം പെണ്ണ്. അവൻ പറഞ്ഞ പോലെ എല്ലാം അനുസരിച്ചു. പിന്നെ വരുമ്പോഴെല്ലാം അവൻ അവളുടെ വീടിനടുത്ത് ഫോണുള്ള ഒരു വീട്ടിലേക്ക് വിളിക്കും. അവൻ താമസിക്കുന്ന ഹോട്ടലിൽ അവൾ ചെല്ലും. അവന് മതിയായി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് സൽക്കരിക്കാൻ തുടങ്ങി. ഇപ്പം വരാറുമില്ല, കാണാറുമില്ല, കാശും കൊടുക്കാറില്ല. അവൾക്കും തള്ളയ്ക്കും ജീവിക്കണ്ടേ? അവൻ പഠിപ്പിച്ചു കൊടുത്ത തൊഴിലേ അവൾക്കറിയൂ. അണ്ണൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന അവളുടെ പ്രതീക്ഷ. സീമ വല്ലായ്മയോടെ അവനെ നോക്കിയിരുന്നു. എന്നാലും നാഗരാജനെ കൊണ്ടുപോയത് ഔസേപ്പച്ചൻ തന്നെയാണെന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ വെന്നിച്ച. എനിക്ക് ഉറപ്പാ സീമേ. 23-ാം തീയതി രാത്രി ഔസേപ്പച്ചൻ അവനെ വിളിച്ച് കാറിൽ കയറ്റുന്നു. മുമ്പേ വന്ന് പിണക്കം തീർത്തിട്ട് പോയതിനാൽ യാതൊരു സംശയവുമില്ലാതെ
ഔസേപ്പച്ചൻ വിളിച്ച ഉടനെ അവൻ കാറിൽ കയറി. കാറിൽ വേറെയും ആളുകൾ ഉണ്ടായിരുന്നിരിക്കും. യാത്രയ്ക്കിടയിൽ ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് നാഗരാജിൻ്റെ കൈയും കാലും വായും കെട്ടി ഡിക്കിയിലിടുന്നു. 24-ാം തീയതി രാത്രി അവനെ സെബാൻ്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിപ്പിച്ച് ബെൻസ് കാറിലിട്ട് കത്തിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഇനി എനിക്കൊരു സംശയവും ഇല്ല. ഇനി സെബാൻ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണ് ഒളിച്ചു കഴിയുന്നതെന്ന് അറിഞ്ഞാൽ മതി. സീമ ആലോചനയ്ക്കിടയിൽ കപ്പിലെ ചായ കുടിച്ചു തീർത്തു. എനിക്കൊരു സംശയം വിന്നിച്ച. അവൾ വിൻസെൻറ്റിനെ നോക്കി. സെബാൻ ഇപ്പം ജീവിച്ചിരിപ്പില്ലെങ്കിലോ? വിൻസെൻ്റ് മനസ്സിലാകാത്ത പോലെ അവളെ തുറച്ചു നോക്കി. ഇത്രയൊക്കെ ചെയ്തു വെച്ച ഔസേപ്പച്ചൻ സെബാനെയും തട്ടിക്കളഞ്ഞിട്ടുണ്ടാവില്ലേ? സെബാനെ കൂടി കൊന്നാൽ ഔസേപ്പച്ചന് പിന്നെ ഭൂമിയിൽ ആരെയും പേടിക്കണ്ടല്ലോ. മരിച്ചുപോയെന്ന് ലോകം വിധി എഴുതിയ ഒരാളെ കൊല്ലാൻ വളരെ എളുപ്പമാണല്ലോ. ആ നിലയ്ക്ക് സെബാനെ കൂടി വകവരുത്തി തൻ്റെ ഭാഗം ക്ലിയറാക്കി വെക്കുകയല്ലേ ഔസേപ്പച്ചൻ ചെയ്യൂ. വിൻസെൻ്റ് നടുക്കത്തോടെ അവളെ തന്നെ നോക്കി ഏതാനും നിമിഷം നിന്നു. പിന്നെ തളർന്ന പോലെ കട്ടിലിലേക്ക് ഇരുന്നു. വിൻസെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം സീമ നാഗരാജ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലും സ്ഥലം പോലീസ് സ്റ്റേഷനിലും ചെറിയൊരു അന്വേഷണം നടത്തുകയുണ്ടായി. ഉച്ച തിരിഞ്ഞപ്പോൾ അവൾ ഹോട്ടലിൽ മടങ്ങിയെത്തി. നമ്മളിവിടെ നാഗരാജിൻ്റെ കേസ് എന്തായി എന്ന് അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല വിന്നിച്ച. ഇനി എന്ത് ചെയ്യണം നമ്മൾ? പോലീസും വർക്ക്ഷോപ്പുകാരും എന്തു പറയുന്നു? നാഗരാജ് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അവരുടെ വിശ്വാസം. ഡെഡ് ബോഡി കിട്ടാത്തത് കൊണ്ട് മരണം സ്ഥിരീകരിച്ചിട്ടില്ല പോലീസ്. വിൻസെൻ്റ് ചിന്താധീനനായി. ഇനി ഒറ്റ വഴിയേയുള്ളൂ. വിന്നിച്ചൻ പറഞ്ഞ പോലെ സെബാസ്റ്റ്യൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അതത്ര എളുപ്പമല്ല താനും. തെല്ലിട നിർത്തി ആലോചിച്ചിട്ട് സീമ തുടർന്നു. എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. വിന്നിച്ചൻ എവിടെ ചെന്ന് അന്വേഷിക്കും? സെബാസ്റ്റ്യനെ അന്വേഷിച്ച് ലോകം മുഴുവൻ കറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ സഹായിക്കാമെന്ന് വെച്ചാൽ തന്നെ എനിക്ക് ചില പരിമിതികളില്ലേ? പോരെങ്കിൽ ഞാനൊരു പെണ്ണും. സീമ പറഞ്ഞതുപോലെ ഔസേപ്പച്ചൻ ഇതിനകം സെബാസ്റ്റ്യനെയും വകവരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ല. എൻ്റെ ചിന്ത വേറൊന്നാണ്. ഔസേപ്പച്ചൻ എന്തിനു വേണ്ടി ഇത്ര വലിയൊരു ഗൂഢാലോചന ആസൂത്രണം ചെയ്ത് നടപ്പാക്കി? വിന്നിച്ചനോടുള്ള വ്യക്തിവൈരോധം മാത്രമാണോ അതിന് കാരണം? അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ ഗൂഢാലോചനയുടെ ആവശ്യം അയാൾക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു ചതിയിൽപ്പെടുത്തി വിന്നിച്ചിനെ തന്നെ അയാൾക്ക് ഇല്ലാതാക്കാമായിരുന്നല്ലോ. അതിന് ഇത്രയും വക്രബുദ്ധിയും പ്ലാനിങ്ങും വേണ്ടിയിരുന്നില്ലല്ലോ. നാഗരാജിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തി സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടതെന്നും വരുത്തി തീർത്ത് ഇത്ര ഭയങ്കരമായൊരു കളി കളിക്കണമെങ്കിൽ ഔസേപ്പച്ചൻ്റെ മനസ്സിലിരിപ്പ് വെറ്റെന്തോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പിന്നിലെ മോട്ടീവിനെക്കുറിച്ച് നേരത്തെ സംശയം പ്രകടിപ്പിച്ചത്. സീമയ്ക്ക് അതേപ്പറ്റി എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? എൻ്റെ ബലമായ സംശയം സെബാസ്റ്റ്യനെ എന്തോ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഔസേപ്പച്ചൻ ഇത് ചെയ്തതെന്നാണ്. അതിനു വേണ്ടിയിട്ട് ഔസേപ്പച്ചൻ ഇത്ര സാഹസം കാണിക്കേണ്ട കാര്യം എന്താ? അത്രയ്ക്ക് കടപ്പാടൊന്നും ഔസേപ്പച്ചന് സെബാസ്റ്റ്യനോട് ഇല്ലായിരുന്നല്ലോ. സെബാസ്റ്റ്യനെ രക്ഷിച്ചില്ലെങ്കിൽ ഔസേപ്പച്ചനും കൂടി കുടുങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. വിൻസെൻറ്റിൻ്റെ തലച്ചോറ് പുകഞ്ഞു തുടങ്ങി. എവിടെയോ ഒരു തീപ്പൊരി മിന്നുന്നുണ്ട്. സീമ പറഞ്ഞതിൽ രഹസ്യങ്ങളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്ന ഒരു പ്രകാശരശ്മിയുണ്ടെന്ന് അവന് മനസ്സിലായി. തന്നോടുള്ള പക തീർക്കുകയോ തൻ്റെ കുടുംബം തകർക്കുകയോ തൻ്റെ ആസ്തികൾ കൈവശപ്പെടുത്തുകയോ മാത്രമായിരിക്കില്ല ഔസേപ്പച്ചൻ്റെ ലക്ഷ്യം. വിൻസെൻ്റ് മുറിക്കുള്ളിലൂടെ നടക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് അവൻ സീമയോട് പറഞ്ഞു, എനിക്കൊരു ഐഡിയ. സെബാന് ബ്ലേഡ് ബിസിനസ് ആയിരുന്നല്ലോ. അവൻ മരിച്ചപ്പോൾ ഇടപാടുകാർക്കെല്ലാം കൂടി കിട്ടാനുണ്ടായിരുന്നത് 3.25 കോടി രൂപയായിരുന്നു. കേസന്വേഷണം നടത്തിയ പോലീസിൻ്റെ കണക്കാണിത്. പണയമായിട്ട് സ്വീകരിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇതിന് പുറമെയാണ്. കണക്ക് മുഴുവനും പോലീസിന് കിട്ടിയിട്ടുണ്ടാവില്ല. റോസ്മേരിക്ക് തന്നെ വലിയൊരു തുക കൊടുക്കാനുണ്ടായിരുന്നു. ഈ പണവും സ്വർണവും എല്ലാം എവിടെ പോയെന്ന് പോലീസിനോ നാട്ടുകാർക്കോ അയാളുടെ വീട്ടുകാർക്കോ കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആരാ ഈ റോസ്മേരി? സീമയ്ക്ക് ജിജ്ഞാസയായി. വിൻസെൻ്റ് ആ കഥ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. നാവ് നൊട്ടി ഒരു ശബ്ദമുണ്ടായിക്കൊണ്ട് സീമ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ഓ, അങ്ങനെ ഒരു കഥ ഈ കേസിനോട് അറ്റാച്ച് ചെയ്ത് കിടപ്പുണ്ടല്ലേ? ഐ സി. സീമ വാതിലിന് നേർക്ക് നടന്നു. നെറ്റിയിൽ വിരൽ കൊണ്ട് 4-5 തവണ തട്ടിയിട്ട് അവൾ വിൻസെൻറ്റിനടുത്തേക്ക് തിരിച്ചു വന്നു. അതായത് എല്ലാം കൂടി 4-4.5 കോടിക്കടുത്ത് വരുന്ന പണവും സ്വർണവും. റോസ്മേരി എന്ന കഥാപാത്രത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുകയും വേണം. ഔസേപ്പച്ചൻ സെബാസ്റ്റ്യനെ സഹായിക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകാതെ വയ്യ. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ സെബാസ്റ്റ്യൻ്റെ ബ്ലേഡ് ബിസിനസ്സിൽ ഔസേപ്പച്ചനും രഹസ്യ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നാണ്. നിക്ഷേപകരുടെ പണവും സ്വർണവും മുഴുവൻ ഔസേപ്പച്ചനും സെബാസ്റ്റ്യനും കൂടി മുക്കി. അത് ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നിരിക്കണം അവർ ബ്ലേഡ് കമ്പനി തുടങ്ങിയതും.
ഔസേപ്പച്ചൻ രംഗത്തു വരാതെ പിറകിൽ നിന്ന് ചരട് വലിച്ചതും. ഉദ്ദേശിച്ചത്ര പണം കൈവന്നപ്പോൾ സെബാസ്റ്റ്യൻ മുങ്ങാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ സെബാസ്റ്റ്യനെ മുക്കാൻ ഔസേപ്പച്ചൻ നിശ്ചയിച്ചു. വിന്നിച്ചൻ്റെ പെങ്ങടെ കല്യാണത്തിന് കരുതി വെച്ചിരുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലും ഔസേപ്പച്ചൻ അല്ല ഇടനിലക്കാരനായി നിന്ന് സെബാസ്റ്റ്യന് കൊടുപ്പിച്ചത്. ആ ഇടയ്ക്കാണ് റോസ്മേരിയുടെ പ്രശ്നം. എല്ലാം കൂടി ഒന്നിച്ചു പരിഹരിക്കാൻ അവർ ഒരു വഴി തേടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വിന്നിച്ചൻ ഇതിനിടയിൽ ചെന്നുപെട്ടത്. പക്ഷേ എന്നെ ഇടയ്ക്ക് പിടിച്ചിടാതെ തന്നെ അവർക്ക് കാര്യങ്ങൾ നടത്താമായിരുന്നല്ലോ. വിൻസെൻ്റ് സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെ തന്നെ ആയിരിക്കും അവരാദ്യം പ്ലാൻ ചെയ്തത്. ഇവിടെ നിന്ന് നാഗരാജനെ തട്ടിക്കൊണ്ടുപോയി കാറിലിട്ട് ചുട്ടുകരിക്കുക, എന്നിട്ട് അത് സെബാസ്റ്റ്യനാണെന്ന് വരുത്തി തീർക്കുക. അത്രയുമേ അവരുദ്ദേശിച്ചിരുന്നുള്ളൂ. അപ്പോഴാണ് വിന്നിച്ചൻ ഇതൊന്നും അറിയാതെ കിട്ടാനുള്ള പണത്തിന് സെബാസ്റ്റ്യനുമായി വഴക്കിട്ടതും നവംബർ 25 മുമ്പ് പണം തന്നില്ലെങ്കിൽ സെബാസ്റ്റ്യനെ ബെൻസ് കാറിലിട്ട് ചുട്ടുകൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതും. വിൻസെൻറ്റിന് ഒന്ന് ചൂളമടിക്കണമെന്ന് പോലും തോന്നി. സീമയുടെ കണക്കുകൂട്ടലുകളിൽ സത്യത്തിൻ്റെ സാരാംശം അടങ്ങിയിട്ടുണ്ടെന്ന് ഒരു വെളിപാട് പോലെ അവൻ കണ്ടെത്തി. ബാക്കി ഞാൻ പറയാം. വിൻസെൻ്റ് ഇടയ്ക്ക് കയറി. നാഗരാജനെ നവംബർ 25 മുമ്പോ അതിനു ശേഷം എന്നെങ്കിലുമോ കൊല്ലാൻ അവർ തീരുമാനിച്ചിരുന്നതായിരിക്കണം. സെബാസ്റ്റ്യൻ്റെ അടുത്ത് ഞാൻ നടത്തിയ വെല്ലുവിളിക്ക് ശേഷം ഔസേപ്പച്ചനും സെബാസ്റ്റ്യനും കൂടി ആലോചിച്ച് പദ്ധതി ഒന്നഴിച്ചു പണിതു. നവംബർ 24 തന്നെ പദ്ധതി നടപ്പാക്കുക. അങ്ങനെയായാൽ സെബാനെ കൊന്നത് ഞാനാണെന്ന് വരുത്തി തീർക്കാമല്ലോ. ഞാൻ കന്നാലി കച്ചവടക്കാരൻ്റെ മകനെന്ന് വിളിച്ച ഔസേപ്പച്ചനെ കുറേ ആക്ഷേപിച്ചിട്ടുമുണ്ടല്ലോ. പോരെങ്കിൽ എൻ്റെ പെങ്ങളെ അവന് കല്യാണം കഴിച്ച് കൊടുക്കാൻ വിസമ്മതിക്കുകയും മുളങ്കര ടൗണിലുള്ള എൻ്റെ വക സ്ഥലം അവന് കൊടുക്കില്ലെന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു. ഒരു വെടിക്ക് പക്ഷികൾ പലതാണ്. ഔസേപ്പച്ചന് എന്നോടുള്ള ഉൾപ്പക തീർക്കാം, എൻ്റെ പേരിലുള്ള വസ്തുവകകൾ കൈവശപ്പെടുത്താം, അവൻ മോഹിച്ച എൻ്റെ പെങ്ങളുടെ ജീവിതം ഇട്ട് പന്താടാം, റോസ്മേരിയിൽ നിന്ന് രക്ഷപ്പെടാം, സെബാനെ മുളങ്കരയിൽ നിന്ന് മുങ്ങുകയും ചെയ്യാം. അവൻ ആഗ്രഹിച്ചതുപോലെ ഒക്കെ കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. വിൻസെൻറ്റിൻ്റെ സ്വരത്തിന് ഖനമേറി. പ്രതികാര വ്യഗ്രതയുടെ ഉഗ്രതാപത്തിൽ തിളച്ചു പൊന്തിയ വാക്കുകളായിരുന്നു അവ. ഒരു പക്ഷിയെ വിന്നിച്ചൻ വിട്ടുകളഞ്ഞു. വിന്നിച്ചൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാനും സാധിച്ചില്ലേ അയാൾക്ക്? വിൻസെൻറ്റിൻ്റെ മുഖം വാടി. അവൻ മെല്ലെ തലയാട്ടി. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണത് നടന്നത്. സെബാസ്റ്റ്യനുമായുള്ള വഴക്ക്, ഔസേപ്പച്ചൻ ഇടയ്ക്ക് നിന്ന് നടത്തിയ അനുരഞ്ജന ശ്രമം, സെബാൻ്റെ ബെൻസ് കാറിൽ അന്ന് രാത്രി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര, ഇടയ്ക്ക് വെച്ച് പെട്രോൾ തീർന്നെന്നും പറഞ്ഞ് സെബാൻ എന്നെക്കൊണ്ട് പെട്രോൾ വാങ്ങിപ്പിച്ചത്, എൻ്റെ ബൈക്ക് അന്ന് കേടാക്കി വെച്ചതും ഔസേപ്പച്ചൻ തന്നെ ആയിരുന്നിരിക്കണം. ഇതൊക്കെ നമ്മുടെ കണക്കുകൂടലുകളാണ് വിന്നിച്ച, വെറും ഊഹാപോഹങ്ങളാണ്. തെറ്റിപ്പോയെന്ന് വരാം, സീമ ഓർമ്മിപ്പിച്ചു. ഇല്ല സീമ, എനിക്ക് ഉറപ്പാണ്. എന്നിട്ട് ഞാനൊരു പമ്പര വെടിയെ പോലെ പെരുമാറി. എൻ്റെ കേസ് ഞാൻ ഔസേപ്പച്ചനെ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ കുടുംബം ഞാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ ചതിയന്, നിഷ്ഠൂരന് ഞാൻ എന്തൊരു മണ്ടനാണ് സീമേ. കള്ളൻ്റെ കയ്യിൽ താക്കോൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മന്ദബുദ്ധി. സീമ കിടക്കയിൽ ചെന്നിരുന്നു. വിൻസെൻ്റ് കൈവെള്ളിയിൽ മുഷ്ടി ചുരുട്ടി പതുക്കെ ഇടിച്ചുകൊണ്ട് മുറിയിലൂടെ നടന്നു. സത്യവും സാധ്യതകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് വിന്നിച്ച, പക്ഷെ തെളിവുകൾ മാത്രമില്ല. ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കും? അവൾ ആശങ്കയോടെ പറഞ്ഞു. സെബാനെ കണ്ടുപിടിക്കണം. ഈ ലോകത്തെവിടെയെങ്കിലും അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പച്ച ജീവനോടെ അവനെ എനിക്ക് തൂക്കുമരം വിധിച്ച കോടതിക്ക് മുമ്പിൽ ഹാജരാക്കണം. വിൻസെൻ്റ് വന്യമായ ഒരു ആവേശത്തോടെ മുരണ്ടു. അത് സാധിക്കുമോ? സീമ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സാധിക്കും. എനിക്കുറപ്പാ. അല്ലെങ്കിൽ ദൈവം എന്തിന് സീമയെ എൻ്റെ മുമ്പിൽ എത്തിച്ചു തന്നു? പഠിച്ചിരുന്ന കാലത്ത് ശത്രുക്കളായിരുന്നില്ലേ നമ്മൾ? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിൻസെൻ്റ് വീണ്ടും നടപ്പ് തുടർന്നു. കുറേ കഴിഞ്ഞ് അവൻ സീമയ്ക്കരികെ കട്ടിലിൽ വന്നിരുന്നു. അവളുടെ കൈത്തലം എടുത്ത് അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇതിനൊരന്ത്യം കാണുന്നതുവരെ സീമ എന്നോടൊപ്പം നിൽക്കില്ലേ? സീമ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ അതിനെ ആണയിട്ടു പറയണോ വിന്നിച്ച? വിളിച്ചിടത്തൊക്കെ ഞാൻ വന്നില്ലേ? ചോദിച്ചതെല്ലാം ഞാൻ തന്നില്ലേ? മതി, എനിക്ക് ഈ ഉറപ്പ് മതി. ബാക്കി ഒന്നും പ്രശ്നമല്ല. ഞാനിനി എന്ത് ചെയ്യണമെന്ന് വിന്നിച്ചൻ പറഞ്ഞില്ല. വൈകാതെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. എന്നിട്ട് എനിക്ക് വേണ്ടി സീമ മുളങ്കരയിലൊന്ന് ചെല്ലണം. എന്തിന്? സെബാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലോകത്തെവിടെയായിരുന്നാലും ശരി അവൻ ഔസേപ്പച്ചനുമായി ഫോണിലൂടെയെങ്കിലും ബന്ധപ്പെടുന്നുണ്ടാകും. അവൻ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് സീമ കണ്ടുപിടിക്കണം. അതത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം, പക്ഷേ സീമയ്ക്ക് അത് സാധിക്കും. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ശ്രമിക്കാം. പക്ഷേ ഇപ്പോഴതേപ്പറ്റി എനിക്ക് ഒരു ഐഡിയയുമില്ല. വീട്ടിലെ ടെലിഫോണിൽ കൂടി സെബാനും അവനും തമ്മിൽ സംസാരിക്കാൻ സാധ്യതയില്ല.
ഏതെങ്കിലും STD ബൂത്ത് വഴിയേ ഔസേപ്പച്ചൻ അവനെ വിളിക്കാൻ ശ്രമിക്കൂ. അതെവിടുന്നാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഔസേപ്പച്ചൻ്റെ വീട്ടിലെ ഫോൺ ആരെങ്കിലും ചോർത്തിയാലോ എന്നൊരു പേടി എന്തായാലും അവന് കാണുമല്ലോ. അപ്പോൾ അതിനുള്ള മുൻകരുതലും കാണും. അവനൊരു സെൽഫോണുണ്ട്, പക്ഷേ മുളങ്കരയിൽ അതിന് റേഞ്ചില്ല. സദാ നേരവും അവൻ്റെ കൈവശമുള്ള ഡിജിറ്റൽ ഡയറിയിൽ ഫോൺ നമ്പർ ഉണ്ടാവും. വണ്ടിക്കച്ചവടക്കാരനായതുകൊണ്ട് ആയിരക്കണക്കിന് ഫോൺ നമ്പറുണ്ട്. മദ്രാസിലെയും ബാംഗ്ലൂരിലെയും ബോംബെയിലെയും ഡൽഹിയിലെയും ഒക്കെ വണ്ടി ബ്രോക്കർമാർ അവരുടെ നമ്പറുകൾ ധാരാളമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ധാരാളം കോളും വിളിക്കാറുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞു പിടിച്ചെടുക്കാൻ വലിയ വിഷമമായിരിക്കും. മറ്റെന്തെങ്കിലും മാർഗം നോക്കണം. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. എന്ത് കാരണം പറഞ്ഞ് മുളങ്കരയിലേക്ക് പോകുമെന്നാണ് ഇപ്പോഴെൻ്റെ ആലോചന. സീമ ചിന്താക്കുഴപ്പത്തിലായി. എൻ്റെ കേസ് തന്നെ ആയിക്കോട്ടെ വിഷയം. ഒരിക്കലൊരു ഫീച്ചർ എഴുതിയതല്ലേ. പത്രം ഓഫീസിൽ എന്തു പറയും? ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് തയ്യാറാക്കാമെന്ന് പറയണം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളി പിടികൊടുക്കാതെ നാട്ടിൽ കിടന്ന് കാട്ടുന്ന പരാക്രമങ്ങളെപ്പറ്റി എഴുതാനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എഡിറ്റർക്ക് താല്പര്യമില്ലാതെ വരുമോ? സെൻസേഷണൽ സ്റ്റോറി അല്ലേ? സീമ ആലോചനയോടെ തലയാട്ടി. എന്നാൽ വല്ലതും കഴിച്ചിട്ട് നമുക്ക് പിരിയാം. സെൽഫോൺ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനി സീമ വെച്ചാൽ മതി. എനിക്ക് സീമയെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കേണ്ടി വരും. അതിന് സീമയുടെ വീട്ടിലെയോ ഓഫീസിലെയോ ഫോൺ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല. ലാൻഡ് ഫോണിനേക്കാൾ സൗകര്യവും സെൽഫോണാണ്. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ സീമയെ വിളിക്കാമല്ലോ. വിൻസെൻ്റ് റൂം ബോയിയെ വിളിച്ച് 2 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം വരുത്തിച്ചു. ഭക്ഷണത്തിന് ശേഷം അവർ യാത്രയായി. ഒന്നിച്ച് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സീമ ചോദിച്ചു, വിനച്ചന് പണം വല്ലതും വേണോ? ഇപ്പം വേണ്ട, പക്ഷേ ആവശ്യം വരും. ഞാനിങ്ങനെ കൂടെ ചോദിച്ചാൽ സീമയുടെ കയ്യിലുണ്ടാവുമോ? പണത്തിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. ജോലി കിട്ടിയ ശേഷമുള്ള ശമ്പളം മുഴുവൻ എൻ്റെ പേരിൽ തന്നെ ഏൺ ചെയ്യുകയാണ്. റോഡ് വരെ വിൻസെൻ്റ് കൂടെ ചെന്നു. ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ വരുന്നില്ല. കഴിയുന്നിടത്തോളം മറ്റുള്ളവരിൽ നിന്ന് എൻ്റെ തല ഒളിപ്പിച്ച് വെക്കുന്നതാണല്ലോ ബുദ്ധി. വിൻസെൻ്റ് അവൾക്ക് ഓട്ടോറിക്ഷ വിളിച്ചു കൊടുത്തു. ഞാൻ പൊയ്ക്കോട്ടെ? റിക്ഷയിൽ കയറി ഇരുന്നിട്ട് അവൾ ചോദിച്ചു. ഓക്കെ, സീ യു. ഓട്ടോറിക്ഷ നീങ്ങി. അവൾ പൊയ്ക്കഴിഞ്ഞപ്പോൾ അവന് വല്ലായ്മ തോന്നി. വീണ്ടും തനിച്ചായ പോലെ. ശനിയാഴ്ചയാണ് സീമ മുളങ്കരയിലെത്തിയത്. കോട്ടയത്തെ പത്രം ഓഫീസിൽ വന്നു ചില മുൻകരുതലുകളൊക്കെ അവൾ ഏർപ്പാടാക്കിയിരുന്നു. കോട്ടയം ഓഫീസിലെ ലോക്കൽ ഡെസ്കിലുള്ള എഡിറ്റർ അവൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയ കൊലപ്പള്ളിയെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് സീമ വരുന്നതെന്ന് തൃശ്ശൂർ യൂണിറ്റിൽ നിന്നും ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നതിനാൽ കോട്ടയം ഓഫീസിൽ നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അവൾക്ക് ലഭിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊലപ്പുള്ളിയെപ്പറ്റി സീമ മുമ്പ് തന്നെ ഒരു ഫീച്ചർ എഴുതിയിട്ടുള്ളതിനാൽ ആർക്കും അവളുടെ ഉദ്ദേശശുദ്ധിയെപ്പറ്റി സംശയം തോന്നിയതുമില്ല. കോട്ടയത്തെ ന്യൂസ് എഡിറ്റർ കാഞ്ഞിരപ്പള്ളിയിലെ ബ്യൂറോയിൽ വിളിച്ച് അവിടുത്തെ റിപ്പോർട്ടറെ സീമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയുമുണ്ടായി. കാഞ്ഞിരപ്പള്ളി ബ്യൂറോയിലെ റിപ്പോർട്ടർ ഷാജിയെയും കൂട്ടിയാണ് സീമ മുളങ്കരയിലെത്തിയത്. ആദ്യം അവൾ വിൻസെൻറ്റിൻ്റെ വീട്ടിലെത്തി. വീടിൻ്റെ ഗേറ്റ് താഴിട്ട് പൂട്ടിയിരുന്നു. വീട് പൂട്ടി മുദ്രവയ്ക്കപ്പെട്ടിരിക്കുന്നു. സീമ അയലത്തെ വീട്ടിൽ ചെന്ന് വിൻസെൻറ്റിൻ്റെ വീട്ടുകാരെ പറ്റി അന്വേഷിച്ചു. തോമസിയേട്ടൻ്റെ വീടായിരുന്നു അത്. ആരാണ്, എവിടുന്നാണ് എന്നെല്ലാം അയാൾ തിരക്കി. പത്രക്കാരനാണെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് ഉത്സാഹമായി. എൻ്റെ കുഞ്ഞേ, ഔസേപ്പച്ചൻ എന്ന് പറയുന്ന ആ പാഷാണത്തിൽ കൃമി ആ ചെറുക്കൻ്റെ വീട്ടുകാരെ എല്ലാം അവിടെ നിന്ന് അടിച്ചിറക്കി. ആ വീടും സ്ഥലവും ഇപ്പം അവൻ്റെയാണെന്നാണ് പറയുന്നേ. കോടതിയിൽ നിന്ന് ആമീൻ വന്ന് മുദ്ര വെച്ചിട്ട് പോയി. അവിടെ താമസിച്ചിരുന്നവരിപ്പോൾ എവിടെയാ? ആർക്കറിയാം. സൂക്കേട് പിടിച്ച ഒരു തള്ളയും വിധവയായ ഒരു മോളും അവളുടെ കുട്ടിയും പിന്നെ ഒരു ആങ്ങളച്ചക്കനും ഉണ്ടായിരുന്നതാ. വീട്ടു സാമാനങ്ങളൊക്കെ ഇവിടുത്തെ ചായ്പിലോട്ട് പെറുക്കി വെച്ചിട്ട് അവരെങ്ങോട്ടോ പോയി. തോമസ് ചേട്ടൻ പരിതാപത്തോടെ പറഞ്ഞു. ഒളിച്ചോടിപ്പോയ ജസ്റ്റിൻ തിരിച്ചു വന്നതും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും വള്ളി പുള്ളി വിടാതെ അയാൾ വിസ്തരിച്ച് കേൾപ്പിച്ചു. മടങ്ങുമ്പോൾ സീമ ആ വീടിന് നേർക്ക് ഒന്നുകൂടെ നോക്കി. ഒരു കുടുംബ സന്തുഷ്ടിയോടെ കഴിഞ്ഞുകൂടിയിരുന്ന ഭവനമാണത്, വിന്നിച്ചൻ്റെ വീട്. ആ വീടുമായി തനിക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്ന് അവൾക്ക് തോന്നി. ഗേറ്റിനടുത്ത് ഓട്ടോറിക്ഷ നിർത്തിച്ച് സീമ ഇറങ്ങി. റിക്ഷക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ ഗേറ്റിന് നേർക്ക് നടന്നു. ഗേറ്റിനുള്ളിൽ മല്ലന്മാരെന്ന് തോന്നിക്കുന്ന 2 പേർ കാവൽ നിൽപ്പുണ്ടായിരുന്നു. ഗേറ്റ് അകത്തുനിന്ന് ഓടാമലിട്ടിരിക്കുകയാണ്. കാവൽക്കാരിൽ ഒരാൾ ഗേറ്റിൻ്റെ അടികളിൽ പിടിച്ചുകൊണ്ട് സീമയെ സൂക്ഷിച്ചു നോക്കി. ആരാ, എന്താ കാര്യം? അയാൾ പരിഷ്ഠ സ്വരത്തിൽ ചോദിച്ചു. എൻ്റെ പേര് സീമ ജോൺസ്. ഔസേപ്പച്ചനെ കാണാൻ വന്നതാ. കാവൽക്കാർ പരസ്പരം എന്തോ സംസാരിച്ചു. ഒരാൾ വീടിന് നേർക്ക് നടന്നുപോയി.
ഗേറ്റിൽ നിന്നാൽ വീടിൻ്റെ പൂമുഖം കാണാമായിരുന്നു. കാർ പോർച്ചിൽ ടാറ്റ സഫാരി കിടപ്പുണ്ട്. മുറ്റത്ത് ഒരു ജീപ്പും ഉണ്ട്. വീടിന് നേർക്ക് പോയ ആൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചു വന്നു. അയാൾ ഗേറ്റ് തുറന്നിട്ട് പറഞ്ഞു, ചെല്ല്. സീമ ഗേറ്റിനകത്തേക്ക് കടന്നു. അവൾ പൂമുഖത്തേക്ക് ചെല്ലുമ്പോൾ രണ്ടുപേർ സിഗരറ്റും പുകച്ച് വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു. കയ്യിലുള്ളതൊക്കെ ആ ടീപ്പോയിലോട്ട് വെച്ചേക്ക്, ഒരാൾ ആജ്ഞാപിച്ചു. സീമയുടെ കയ്യിലൊരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ടീപ്പോയിൽ മേൽ വെച്ചു. വിളിച്ചാൽ മതി, വാതിൽ തുറക്കും, ഒരാൾ പറഞ്ഞു. സീമ ഡോർബെല്ലിൻ്റെ സ്വിച്ച് അമർത്തി. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. ഒരാൾ വാതിലിൽ നിറഞ്ഞു നിന്ന് ചോദിച്ചു, ആരാ, എന്താ വേണ്ടത്? ഔസേപ്പച്ചനെ കാണണം. ഞാനാണത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ താങ്കളെ കണ്ട ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതാ. ഞാനൊരു പത്ര റിപ്പോർട്ടറാണ്. സീമ തൻ്റെ ഐഡൻറ്റി കാർഡ് അയാളെ കാണിച്ചു. അകത്തേക്ക് വരൂ. സീമ അകത്ത് കടന്നു. ഔസേപ്പച്ചൻ വാതിലടച്ച് ബോൾട്ട് ഇട്ടു. അങ്ങോട്ടിരിക്കാം. ഹാളിലെ സോഫ ചൂണ്ടിക്കാട്ടി അയാൾ പറഞ്ഞു. വിൻസെൻറ്റിൻ്റെ വാക്കുകളിലൂടെ മാത്രം കണ്ടിട്ടുള്ള ആ കഥാപാത്രത്തെ സീമ അടിമുടി നോക്കി. എന്നിട്ട് സോഫയിലിരുന്നു. എന്താ അറിയണ്ടേ? ഔസേപ്പച്ചൻ അവളെയും ഒരു നോട്ടം കൊണ്ട് അളന്നു. അടുത്തിടയ്ക്ക് ജയിലിൽ ചാടിയ പായിപ്പാട്ട് വിൻസെൻ്റ് എന്നയാളെ പറ്റിയാണ്. ഔസേപ്പച്ചൻ്റെ മുഖം വിവരണമാവുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് സീമ തുടർന്നു. വിൻസെൻ്റ് താങ്കളുടെ വീട്ടിൽ കയറി താങ്കളെ കൊല്ലാൻ ശ്രമിച്ചെന്നോ ഭാര്യയെ അപമാനിക്കാൻ ശ്രമിച്ചെന്നോ ഒക്കെ പത്രങ്ങളിൽ കണ്ടു. വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞ് ജയിലിൽ ചാടിപ്പോയ ഒരാളാണല്ലോ പായിപ്പാട്ട് വിൻസെൻ്റ്. അയാളെ പിടികൂടാൻ പോലീസ് എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നുമില്ല. അയാളാണെങ്കിൽ ഓടി നടന്ന പല അക്രമങ്ങളും നടത്തുന്നു. താങ്കളുടെ വീട്ടിൽ കയറി ആക്രമിക്കാനുണ്ടായ സാഹചര്യം ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഔസേപ്പച്ചൻ ജാഗരൂകനായി. കരുതി വേണം സംസാരിക്കാൻ. പത്ര റിപ്പോർട്ടറാണ് മുമ്പിൽ. പായിപ്പാട്ട് വിന്നി എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പള്ളിത്താഴ്ച സെബാനെ അവൻ കൊല ചെയ്ത് കേസ് നടത്തിയത് ഞാനാ. അവനെ സഹായിക്കാൻ വേറെ ആരുമില്ലായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അവനെ കരുതിയേ. അവൻ്റെ വീട്ടുകാരോട് എനിക്ക് എൻ്റെ വീട്ടുകാരോടുള്ളതിനേക്കാൾ സ്നേഹമായിരുന്നു. അവൻ ജയിലിലായതിൽ പിന്നെ അവൻ്റെ കുടുംബം നോക്കി നടത്തിയത് ഞാനാ. നിത്യച്ചെലവിന് കൊടുക്കുന്നതുൾപ്പെടെ സകലതും. ഓഹോ, ഇക്കാലത്ത് അത്ര സന്മനസ്സുള്ളവരുണ്ടോ? പക്ഷേ കേസ് തോറ്റുപോയതോടെ അവനും അവൻ്റെ വീട്ടുകാരും എനിക്കെതിരെ തിരിഞ്ഞു. എൻ്റെ പിടിപ്പുകേടുകൊണ്ട് കേസ് തോറ്റുവെന്നാണ് അവരുടെ വിശ്വാസം. ഞാൻ ഏറ്റവും നല്ല വക്കീലിനെയാണ് വെച്ചത്. ധാരാളം പണവും ചെലവാക്കി. പക്ഷേ അവനെതിരെയുള്ള തെളിവുകൾ ശക്തമായിരുന്നു. ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കണമെന്നായിരുന്നു ദൈവനിശ്ചയം. പക്ഷേ പല കൊലപ്പുള്ളികളെയും കോടതി വ്യക്തമായ തെളിവില്ലാത്തതിനാൽ വെറുതെ വിടാറുണ്ട്. ദൈവം അതിലൊന്നും ഇടപെട്ട് കാണാറുമില്ല. ഔസേപ്പച്ചൻ അവളെ നോക്കി. അവർ മറ്റെന്തെങ്കിലും പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദൗത്യം ദൈവം അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് തീർക്കാതെ പോകാനൊക്കില്ലല്ലോ. ഇവൻ കുശാഗ്രബുദ്ധി തന്നെ, സീമ കണക്കുകൂട്ടി. നിഷ്കളങ്കമെന്ന് തോന്നിക്കുന്ന സംഭാഷണം, നോട്ടം, ചിരി. സൂക്ഷിച്ചു നോക്കിയാലേ കാണൂ കണ്ണുകളിലെ കുറുക്കൻ്റെ കൃഷ്ണമണികൾ, അതിനുള്ളിൽ തിളങ്ങുന്ന ചെന്നായിയുടെ ക്രൗര്യം. അപ്പോൾ കേസ് തോറ്റുപോയതുകൊണ്ടാണ് വിൻസെൻ്റ് ജയിൽ ചാടി വന്ന് താങ്കളുടെ വീടും ഭാര്യയെയും ആക്രമിച്ചത്. അങ്ങനെയാ എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ പിന്നെ അവൻ എന്നോട് ദേഷ്യം തോന്നേണ്ട ഒരു കാര്യവുമില്ല. പള്ളിത്താഴ്ത്ത സെബാസ്റ്റ്യനെ കൊന്നത് വിൻസെൻ്റ് തന്നെയാണെന്ന് ഔസേപ്പച്ചന് ഉറപ്പുണ്ടോ? നേര് പറയാലോ, ഇപ്പോഴും എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഒരു കുഴിയിൽ ചാകാനിരുന്നവരാണെന്നേ രണ്ടുപേരും. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. എന്നാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. രൂപ 8 ലക്ഷം സെബാൻ അവന് കൊടുക്കാനുണ്ടായിരുന്നു. കിട്ടിയില്ലെങ്കിൽ തട്ടിക്കളയുമെന്ന് അവൻ പറയുകയും ചെയ്തിരുന്നു. വിന്നിച്ചൻ പറഞ്ഞ പോലെ ചെയ്യുന്നവനാ. ഞാൻ ഈ കാവൽക്കാരെ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? പേടികൊണ്ടാ. അവൻ ഇവിടെ വന്നു പറഞ്ഞു, നീ എന്നെ ചതിച്ചു ഔസേപ്പച്ച, അല്ലെങ്കിൽ ഞാൻ കേസ് ജയിച്ചേനെ എന്ന്. എന്നെ ചതിച്ച നിന്നെ ഞാൻ ഭൂമിക്ക് മീതെ ജീവനോടെ വെച്ചേക്കില്ല എന്നും പറഞ്ഞു. അവൻ പറഞ്ഞ പോലെ ചെയ്യും. അന്ന് ഞാൻ ഈ വീടിന് കാവലിട്ടു. മരണഭയം കൊണ്ടാ. ഞാനാണെങ്കിൽ പെണ്ണ് കെട്ടിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അല്ലേലും ജീവന് കൊതിയില്ലാത്തവരാരാ? അത് ശരിയാ, സീമ സമ്മതിച്ചു. ഇത്രയും നാളും അവൻ രക്ഷപ്പെടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നവനാ ഞാൻ. ഇപ്പം എൻ്റെ പ്രാർത്ഥന അവനെ പോലീസ് പിടിക്കണേന്നാ. എന്തുകൊണ്ടാ? അവനെ പോലീസുകാർ പിടിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാ. വിൻസെൻറ്റിനെ അനുജനെ ഔസേപ്പച്ചൻ കോയമ്പത്തൂർ കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് കേട്ടല്ലോ. ചുമ്മാ പറയുക. നാട്ടുകാർക്ക് എന്നാ പറയാൻ മേലാത്തെ? സെബാനെ കൊന്നത് ഞാനാണെന്നും എന്നിട്ട് വിന്നിച്ചനെ അവൻ്റെ വീട്ടുകാരൻ ചതിച്ചതാണെന്നും പറഞ്ഞു കേട്ട് കാണുമല്ലോ അല്ലേ? അങ്ങനെയും ചിലത് കേട്ടു. അതാ ഞാൻ പറഞ്ഞേ,
ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പോയാൽ നമുക്ക് തന്നെ പാരയായിട്ട് വരും. വിൻസെൻറ്റിൻ്റെ വീട്ടുകാരെ ഒഴിപ്പിച്ചു വിട്ടെന്നും അവരുടെ സ്വത്ത് മുഴുവൻ ഔസേപ്പച്ചൻ കൈക്കലാക്കിയെന്നും കേട്ടല്ലോ. അത് നേരാ കേട്ടോ. വിന്നിച്ചൻ്റെ കേസ് നടത്താനും അവൻ്റെ കുടുംബം സംരക്ഷിക്കാനും അവൻ്റെ പെങ്ങടെ മോനെ ചികിത്സിക്കാനും വേണ്ടിയിട്ട് ഞാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാക്കിയത്. പോട്ടെന്ന് വെച്ചതായിരുന്നു ഞാൻ. അന്നേരം അവനെന്നെ കൊല്ലാൻ വന്നത്. അവൻ്റെ വീട്ടുകാർക്കോ എന്നോട് വിരോധം. നന്ദിയോ സ്നേഹമോ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, നമ്മൾ ജീവിക്കാനും സമ്മതിക്കുകയല്ലെങ്കിൽ എന്നാ ചെയ്യും? ഞാൻ മുടക്കിയ കാശെങ്കിലും ഈടാക്കിയേ അടങ്ങൂന്ന് എനിക്ക് വാശിയായി. അങ്ങനെയാണ് സംഭവങ്ങൾ. ആ വീട്ടുകാരെങ്ങോട്ട് പോയി? അവരെങ്ങോട്ട് പോകാനാ? വിന്നിച്ചൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കോട്ടയത്ത്, സ്റ്റെനി. നോവൽ നാളെ തുടരും.